ഇവനിതെങ്ങോട്ട് പോന്നു? ഇന്ദ്രയാ? എടാ ഇന്ദ്ര, ഇന്ദ്ര, വാതിൽ തുറക്ക്. വാതിൽ തുറക്ക് മോനെ. ഇന്ദ്ര, വാതിൽ തുറക്ക്. വാതിൽ തുറക്കടാ. ഇന്ദ്ര, മോനെ തുറക്ക്. വാതിൽ തുറക്കാൻ. ഇന്ദ്ര മോനെ തുറക്ക്. ഇന്ദ്ര, വാതിൽ തുറക്ക്. ഗിരി പാർവതിയും കൊണ്ട് ഒളിച്ചോടിയിട്ടുണ്ടെങ്കിൽ ഇവൻ തന്നെ പാർവതിയെ കല്യാണം കഴിച്ചോളൂ. ഈശ്വര, എന്റെ സിന്ധുവിന് എന്താ സംഭവിച്ചത്? ഡോക്ടറെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലേ? അവളെ ആദ്യം കണ്ടപ്പോ തന്നെ അവക്കൊരു വശപ്പശക ലക്ഷണമുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആരും അത് വിശ്വസിച്ചില്ല. ഇപ്പൊ എന്തായി? അവൾ ഒരുത്തിയെ കെട്ടാൻ പോയത് കാരണം നമ്മുടെ തറവാടിന്റെ അന്തസ് നശിച്ചു. ഇന്ന് വരെ തല ഉയർത്തിപ്പിടിച്ചേ ഈ തറവാട്ടിലുള്ളവര് നാട്ടുകാരുടെ മുമ്പിൽ നടന്നിട്ടുള്ളൂ. ഇനി നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട് തലയും കുമ്പിട്ട് നടക്കണം. കല്യാണത്തിന് വന്നവരെല്ലാം ചേർന്ന് ഇപ്പൊ തന്നെ കഥകൾ മുഴുവൻ നാട്ടിൽ പാട്ടാക്കിയിട്ടുണ്ടാവും. നാട്ടുകാരുടെ ചോദ്യത്തിന് ഇനി എന്ത് മറുപടി പറയും? പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാതെയാണോ കല്യാണത്തിന് ഇറങ്ങി പുറപ്പെട്ടതെന്ന് ചോദിച്ചാ അതിനൊരു ഉത്തരവുണ്ടോ? എല്ലാം നമ്മുടെ പിടിപ്പുകേടാണെന്ന് പറഞ്ഞ് നാട്ടുകാർ പരിഹസിക്കും. ഈ പറഞ്ഞത് നമ്മുടെ പിടിപ്പുകേട് തന്നെയാ. പടനിലത്ത് പത്മനാഭനെയും മകനെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ചു. അതാ നമുക്ക് പറ്റിയ തെറ്റ്. അവരുടെ വാക്കിന് ചെവി കൊടുക്കാതെ പെണ്ണിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കണമായിരുന്നു. പഴംപുരാണം പറഞ്ഞിട്ട് ഇനി എന്താ കാര്യം? പെണ്ണ് ചതിച്ചാലും തന്ത ചതിച്ചാലും ഇത് കൊടും ചതി തന്നെയാ. ഗിരിയെ പോലെ ഒരു ഓട്ടക്കാലനയുടെ മുമ്പിലാ നമ്മൾ നാണം കെട്ട് തിരികെ പോന്നത്. ഇതിന് പകരം വീട്ടണം. വീട്ടിയേ തീരൂ. പകരം വീട്ടാ മുത്തശ്ശി. പത്മനാഭന്റെയും അയാളുടെ മോളുടെയും ചോര കൊണ്ട് നമുക്ക് കണക്ക് തീർക്കാം. അധികം വൈകാതെ ഞാനത് നടത്തും. കഴിഞ്ഞത് കഴിഞ്ഞു. അവരുമായുള്ള ബന്ധം ഉപേക്ഷിച്ച പോരെ? അരുതാത്തതിന് കച്ച കെട്ടണോ? നീ മിണ്ടരുത്. എന്ത് വേണമെന്ന് എനിക്കറിയാം. ഇവിടെ നിന്റെ ഉപദേശത്തിന്റെ അഭിപ്രായത്തിന്റെ ആവശ്യമില്ല. ഇവനിതെങ്ങോട്ട് പോന്നു? ഇന്ദ്രയാ? എടാ ഇന്ദ്ര, ഇന്ദ്ര, വാതിൽ തുറക്ക്. വാതിൽ തുറക്ക് മോനെ. ഇന്ദ്ര, വാതിൽ തുറക്ക്. വാതിൽ തുറക്കടാ. ഇന്ദ്ര, മോനെ തുറക്ക്. വാതിൽ തുറക്കാൻ. ഇന്ദ്ര മോനെ തുറക്ക്. ഇന്ദ്ര, വാതിൽ തുറക്ക്. തുറക്ക് മക്കളെ. ഇന്ദ്ര, വാതിൽ തുറക്കാൻ. എടാ നിന്റെ മുത്തശ്ശിയാ പറയുന്നത്. രത്നേ, കല്യാണത്തിന് വിവരം പറഞ്ഞ നാട്ടുകാർ ഓരോരുത്തരായിട്ട് എത്താൻ സാധ്യതയുണ്ട്.
അവർക്കെല്ലാവർക്കും കൂടെ കൊടുക്കാൻ ഈ പായസം തികയോ? നമുക്ക് നോക്കാം ചേച്ചി. അഥവാ തികഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം. റാണി, എന്താ അടുക്കള പറഞ്ഞൊക്കെ ഉപേക്ഷിച്ചോ? ഓടി നടന്ന് പണിയെടുത്തോണ്ടിരുന്ന പെണ്ണിന് ഇത് എന്തു പറ്റി? അല്ല, ഒന്നുമില്ല ചേച്ചി, ഒരു ക്ഷീണം. ഇതിപ്പോ ഒരു പായസത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ ചേച്ചി, അതൊക്കെ ഞാൻ ചെയ്തോളാം. പ്രതീക്ഷിക്കാത്ത കല്യാണം ആയോണ്ട് എല്ലാം എടിപിടിയെന്നായിപ്പോയി അല്ലേ രത്നേ? ഞങ്ങൾക്കും ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ഹമ്പടി, അപ്പൊ നിങ്ങൾക്കൊക്കെ ഇത് അറിയാറുന്നിട്ടും എന്നോടൊരു വാക്ക് മിണ്ടിയില്ല. മനഃപൂർവ്വം പറയാത്തല്ല ചേച്ചി. ഏട്ടനും പാറുവും തമ്മിൽ സ്നേഹത്തിലാണെന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നെങ്കിലും രണ്ടുപേരും ഞങ്ങൾക്ക് പിടുത്തം തന്നില്ല. ഇന്ന് രാവിലെ രണ്ടുപേരെ ഒരുമിച്ച് കാണാതായപ്പോഴാ സംശയിച്ചതിൽ കാര്യമുണ്ടെന്ന് ഞങ്ങൾക്കും ബോധ്യമായത്. അത് ശരി. എന്തായാലും ഗിരിയും പാറുവിനെ സമ്മതിക്കണം. ഇത്രയും നാളും ഈ പ്രേമം അവര് രഹസ്യമായിട്ട് കൊണ്ടുപോയല്ലോ. ഏട്ടത്തിയമ്മ എവിടെയൊക്കെയായിരുന്നു? ഞങ്ങൾ എവിടെയൊക്കെ തിരക്കിയെന്നറിയോ? ഏട്ടത്തിയമ്മ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? വെറുതെ. ഏട്ടത്തിയമ്മ വാ, നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അവിടെ രത്നേച്ചി പായസം ഉണ്ടാക്കുക. വാ വാ. അടക്കേ ഏട്ടത്തിയമ്മേ. ഇളക്കാറായെന്ന് തോന്നുന്നു. ദേ ഏട്ടത്തിയമ്മ വന്നു. ആ വാ വാ. ഞങ്ങളെ ഇത്തിരി പായസം ഉണ്ടാക്കുക. വരുന്നവരെയൊക്കെ മധുരം കൊടുത്ത് സൽക്കരിക്കണ്ടേ? ഏട്ടത്തിയമ്മേ, ഏട്ടത്തിയമ്മക്ക് പായസം വേണമെങ്കിൽ ആദ്യം തന്നെ കഴിച്ചോണം കേട്ടോ. ഇല്ലെങ്കിൽ മിക്കവാറും ഈ പായസം രശ്മി ചേച്ചി തന്നെ ആദ്യം കുടിച്ചു. ഒന്ന് കൂടി കുറുമ്പി. അല്ല, പാർവതിക്ക് മാറി കൊടുക്കാൻ എന്തെങ്കിലും ഡ്രസ്സ് വേണ്ടേ? എന്ത് ഡ്രസ്സ് കൊടുക്കും? ഞാനും അതിപ്പോഴും ആലോചിച്ചേ, എന്ത് ഡ്രസ്സ് കൊടുക്കും? ഞങ്ങളുടെ ഡ്രസ്സൊന്നും പാറുവിന് പാകമാവില്ലല്ലോ. റാണി, നീ പോയി ഗിരിയോട് പാറുവിന് മാറി കൊടുക്കാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിട്ട് വരാൻ പറ. മോളെ, ഇതൊന്ന് പിടിച്ച്. ഞാൻ നോക്കാം. ഏട്ടൻ വാങ്ങിച്ചോണ്ട് വരും കേട്ടോ. നല്ല സൂപ്പർ ഡ്രസ് ആയിരിക്കും. ഇവിടെ വന്നിരിക്കും.